നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലായി 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റവരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻപ് വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിന് പിന്നാലെ വീണ്ടും ആക്രമണം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. നായശല്യം നിയന്ത്രിക്കാൻ നടപടിയെടുക്കാത്ത കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ അകമലയിൽ സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് അപകടം. ബസ്സിലെ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഈ മേഖലയിലെ അനധികൃത കച്ചവടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട കൗൺസിലർ KP മദനന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും BJP സർക്കാർ വഞ്ചിച്ചുവെന്ന ധർണ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായ സമരം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ പള്ളിക്ക് സമീപം 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും 25ഓളം വീടുകൾ വെള്ളത്തിനടിയിലാകാൻ കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.